ഒരു ഷോപ്പിംഗ് മാളിന്റെ സെന്ററിൽ കൂടെ മെട്രോ സ്റ്റേഷൻ പോകുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും വിശ്വസിക്കോ? സുഹൃത്തുക്കളെ, ഈറ്റ് ആൻഡ് ഡ്രൈവ് വിത്ത് നജീബ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന ദുബായിൽ വന്നിട്ട്, ഇപ്പൊ ദുബായിലാട്ടോ, ഒരാഴ്ചയായിട്ട് ദുബായിലാണ്. അപ്പൊ ദുബായിൽ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ പണികളാണ് കാണിച്ചു തരാം. അപ്പൊ അബുദാബിയിൽ നമുക്ക് ഓരോ പണികൾ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കാണിച്ചു തരാറുണ്ടല്ലോ. അപ്പൊ ദുബായിലുള്ള നമ്മൾ ഡ്രൈവർമാരെ പണികൾ മാത്രം, ഇത്രയും ദിവസം കുക്കുകളെ പണിയൊക്കെ കാണിച്ചു തന്നിരുന്നത്. അപ്പൊ ഡ്രൈവർമാരെ എങ്ങനെയൊക്കെയാണ്, ഒരാൾ ഓടുന്നത് എങ്ങനെ, മറ്റുള്ളവർ ഓടുന്നത് എങ്ങനെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അവസാനം പറയുന്ന കിണക്കാൻ മണിക്ക് ഒന്ന് കുത്തിക്കോളുണ്ട്. ഇപ്പൊ തന്നെ കുത്തിയും കണ്ട് കണ്ടോളുണ്ട് കേട്ടോ. അപ്പൊ ലൈക്കും ചെയ്യട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതുപോലെ തന്നെ ഇതില് പിന്നെ ഞാൻ ദുബായ് മാളിന്റെ ഭാഗത്ത് കൂടെയൊക്കെ രാത്രി പോയിട്ട് ദുബായ് മാളിന്റെ ഭാഗത്തെ നൈറ്റ് വ്യൂ, ബുർജ് ഖലീഫിന്റെ ഒക്കെ ഭാഗത്തുള്ള ഒരു നൈറ്റ് വ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണും കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ദുബായിൽ വന്നാൽ അത്ര കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഒരു എരുത്തുകൂടി ഇല്ലാത്ത ഷോപ്പിംഗ് മാളിൽ കൂടി. ഇപ്പൊ അബുദാബിയിലാണെങ്കിൽ നമുക്ക് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുള്ള പണികളായിരിക്കും. ദുബായിൽ അത്രത്തോനെ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പൊ കിച്ചന്റെ ഭാഗത്ത് വന്നപ്പോഴേ അവിടെ ജിനോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടോ. അവര് ഫിലിപ്പീനികൾ പെട്ടെന്ന് രാവിലെ തന്നെ ചോറ് കഴിക്കലും നടത്തും. അപ്പൊ അവരിങ്ങനെ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞാൻ അവിടെ എന്താണ് നാസറും ക്രിസും അവിടെ നിൽക്കുന്നുണ്ട്. എന്താ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയി നോക്കിയതാണ്. അപ്പൊ അവിടെ ആരോ ചൂണ്ടിടുന്നുണ്ട്. ഫിഷിങ്ങിന് ഒരുങ്ങാൻ വേണ്ടി നിൽക്കാറില്ലേ, കണ്ടോളി. ക്രിസ് ഓൾസോ. Chris, you going to fishing? Fish like this. Where? Now go. They catch? Catch. Who catch? അപ്പൊ ഈ ഭാഗത്ത് ചൂണ്ടിട്ടിട്ട് ഒരാള് വലിയൊരു മീൻ പിടിച്ചു എന്ന് പറയുന്നത്. അപ്പുറത്തെ വലിയത്തെ ആളാട്ടോ, നല്ലൊരു മീൻ പിടിച്ചു എന്നാ പറയുന്നത്. അത് കാണാൻ വേണ്ടി, പക്ഷെ അത് ജസ്റ്റ് മിസ്സായിട്ടോ അവർ പോയിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, നമ്മുടെ വില്ലന്റെ ബാക്ക് ഭാഗത്ത്, ദുബായിത്തെ വില്ലന്റെ പാംജുമേരത്തെ വില്ലന്റെ ബാക്ക് ഭാഗമാണത്. ഈ വില്ലന്റെ ബാക്ക് ഭാഗം എങ്ങനെ കേട്ടോ, ഫ്രണ്ട് റോഡ്, ബാക്ക് ഭാഗത്ത് സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ ബീച്ചാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ബീച്ചാണ് അവിടെ ഉള്ളത്. ഇവിടെ വീട്ടിൽ വന്നാലും സുഖം എന്താ വെച്ചാൽ ഇവിടെ മീൻ പിടിക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പൊ അവിടെ മാർട്ടിനെ അവിടെ ചൂണ്ടിട്ടുണ്ട്, അവരുടെ അടുത്തേക്ക് പോവാം. പിന്നെ ഈ വില്ലന്റെ ബാക്കിൽ കാണുന്നത് എന്താണെന്നറിയോ, ഇത് ഒലീവ് മരം കേട്ടോ. ഒലീവ് മരം ഇവിടെ 2 എണ്ണം വെച്ചിട്ടുണ്ട്, നല്ല വലുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറെ ഉണ്ട്, വേറൊക്കെ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങൊക്കെ ഉണ്ട്, തെങ്ങൊന്നും ഉഷാറില്ല കേട്ടോ. നല്ലൊരു ഒലീവ് മരം കേട്ടോ, നല്ല 2 എണ്ണം നല്ല വലുതായിട്ടുണ്ട്. അപ്പൊ മാർട്ടിന് കുറെ നേരമായിട്ട് ഇവിടെ ചൂണ്ടിട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ, ഒന്നും കിട്ടിയിട്ടില്ല. ചില സമയത്ത് കിട്ടും. അപ്പൊ നാളെ എനിക്കൊക്കെ നല്ലൊരു മീൻ കിട്ടിട്ടോ, നല്ല അടിപൊളി മീനായിരുന്നു. അപ്പൊ അവനിത് അവിടെ ഇങ്ങനെ ചൂണ്ടിട്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ മീനുകളൊക്കെ ഇതിൽ കൂടി കുറെ ചാടിയിട്ട് ഇതായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും ഇതിൽ വന്ന് കൊത്തുന്നില്ല. എന്താ ഈ ചൂടിന്റെ സമയമൊക്കെ ഇങ്ങനെ മാറി വരുന്നല്ലോ. പക്ഷെ തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടും കേട്ടോ. ഒരുപാട് നല്ല നല്ല മീനുകൾ ഇവിടെ കിട്ടാറുണ്ട്. അതുപോലെ തെരണ്ടിയുടെ ഒക്കെ ഒരു സമയക്കാരം ഇവിടെ ഭയങ്കര കൂടുതലുണ്ടാവും. അപ്പൊ ബോസിന്റെ കുട്ടികളുണ്ട് കേട്ടോ, അവരെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് പണി ഇങ്ങനെ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പണി സ്റ്റാർട്ടല്ല, ഇപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ ഫിഷിംഗ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫിഷിംഗ് കഴിഞ്ഞപ്പോൾ ഫിഷിംഗ് ഒന്നും മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ മാർട്ടിൻ്റെ കൂടെ അവിടുന്ന് ഞാൻ പോന്നു. അപ്പോൾ ബോസിൻ്റെ കുട്ടികളെടുക്കാണ്ട്. അപ്പോൾ കുട്ടികളെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ ഗോൾഡൻ മൈൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കണം. പാംജുമേറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഗോൾഡൻ മൈൽ കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗോൾഡൻ മൈൽ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വില്ലിൽ നിന്ന് ഒരു 2 മിനിറ്റ് ഓടിയാൽ മതി കേട്ടോ ഇങ്ങോട്ട്. വളരെ അടുത്ത് തന്നെയാണ്. കുട്ടികളൊക്കെ അദ്രഹ്മാനാണ് ഇവിടെ കൊടുത്ത് വിട്ടുപോയത്. പിന്നെ അവൻ ബോസിന്റെ കൂടെ പോയിട്ട്, ഞാനിവിടെ പുറത്തായിരുന്നു. അപ്പോൾ അദ്രഹ്മാൻ ബോസിന്റെ കൂടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും കുട്ടികളെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. ഇവിടെ അവർ വരാൻ വേണ്ടിയിട്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവരെ വരാൻ വേണ്ടി, അവരും ടീച്ചറും ഉണ്ട്. ടീച്ചർ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. അവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇനി കുറച്ച് പണികൾ വേറെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഇത്രയൊക്കെ ഭക്ഷണം വലിയ ഭക്ഷണം ഇതായിട്ടും കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നും ഭക്ഷണം കഴിക്കുന്നത് പുറത്തുനിന്ന് തന്നെയാണ്. ഞാൻ ഭക്ഷണം കഴിക്കണത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ വലിയ ഇവിടെ അടുത്ത് തന്നെയാണ്, 1 മിനിറ്റും കൂടി ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കൂടെ ആകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം ഇവിടെ പുറത്തുനിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനും അദ്രഹ്മാനും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കും. അവിടെ വലിയൊരു ഭക്ഷണം ഉണ്ടാവും, എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്ക് കഴിക്കാൻ സമയം കിട്ടില്ല. പണി കഴിഞ്ഞു എന്ന് എഴുതിയിരുന്നപ്പോഴാണ് ദുബായ് മാൾക്ക് ഓട്ടം കിട്ടിട്ടോ. അപ്പോൾ ദുബായ് മാളിൽ വന്ന് ഇവിടുന്ന് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. ഇവിടെ നല്ല അടിപൊളി ചായ കിട്ടും. ദുബായ് മാളിൽ ചെന്ന ഗ്രാൻഡ് P2 പാർക്കിംഗ് ഉണ്ട്. അതിന്റെ അടിയിൽ നല്ല ചായയും ഇതൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. ദുബായ് മാളത്തെ പണി കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടോ നെക്കീൽ മാൾ ഉണ്ട് ഇവിടെ. പാംജുമേരിയിലെ നെക്കീൽ മാളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എപ്പോഴാണ് പോകുമെന്ന് അറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ പരിപാടികൾ നോക്കാം. അപ്പത്തിന് പിന്നെ വേറെ ആരെങ്കിലും വിളിക്കാം. മറ്റുള്ളവരും എല്ലാവരും ഓട്ടത്തിൽ തന്നെ കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ വെയിറ്റിങ്ങിന്, ഓട്ടത്തിൽ ഒരാൾ പർച്ചേസിങ്ങിന് ഇതൊക്കെ നടക്കായിരിക്കും. പിന്നെ നെക്കീൽ മാളിന്റെ അകത്തേ മറ്റേ ഈ ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ ഇതിന്റെ സെന്ററിൽ കൂടി പോകുന്ന ഈ തൂണ് കണ്ടപ്പോ ഒരു TV പോലത്തെ ഇതൊക്കെ വെച്ചിട്ട് ആ തൂണിന്റെ നേരെ മേലുള്ളത് എന്താണെന്നറിയോ, ഒരു മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇപ്പൊ ഈ ഇതിലുള്ള മോണോ റെയിൽ പോകുന്നുണ്ട്, അതിന്റെ സ്റ്റേഷനാണ്. ആ മോണോ റെയിൽ ഇതിന്റെ ഈ ഷോപ്പിംഗ് മാളിന്റെ നടുക്ക കൂടി കേട്ടോ പോകുന്നത്. ആരും പറഞ്ഞാൽ വിശ്വസിക്കൂല. മാഡത്തിന്റെ ഒരു അബായ ഷോപ്പ് ഉണ്ട്. അബായ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ അബായ വെക്കുന്നൊന്നുമില്ല, ഓൺലൈൻ വഴി ഇതാക്കണതാണ്. പിന്നെ റോയൽ അബായകളാട്ടോ, ഈ വലിയ VIPs ഇടുന്ന അങ്ങനത്തെ അബായകൾ ഇതൊക്കെയാണ്.
അപ്പൊ അതിന്റെ ഷോപ്പിക്ക് അവർ ഇന്നലെ ഒരു എക്സിബിഷൻ ആണ് കഴിഞ്ഞിട്ടുള്ള അപായങ്ങളത് ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഓരോ പണിക്ക് വരും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കും. അവരായിട്ട് പോകണം, വേറെ പണികൾ ഉണ്ടാവും, മറ്റുള്ളവരും അതുപോലെ തന്നെ കേട്ടോ. ഇങ്ങനെ ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ്ട് അപായകളൊക്കെ പാക്ക് ചെയ്തിട്ട് 100 അപായങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പണികൾ. ഇത് കണ്ടോ, ബുർജ് ഖലീഫയൊക്കെ അവിടെ കാണുന്നുണ്ടോ? അത് രാത്രിയിലാട്ടോ. രാത്രിയിൽ അവിടെ നിർത്തോണ്ട് അത്ര ക്ലിയർ ഇല്ലാത്ത, രാത്രി 11-12 മണിയാനായിട്ടുണ്ട്. ആ ടൈമിൽ എടുത്താട്ടോ. പിന്നെ അപ്പോഴും റോഡിലുണ്ട്, ദുബായിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഈ റോഡിന്റെ സൈഡൊക്കെ ഉണ്ട്, ഇവിടെ പെഡസ്ട്രിയൻ ക്രോസിംഗിന്റെ ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് പോലത്തെ നല്ല തിളങ്ങുന്നതൊക്കെ വെച്ചിട്ടാണ് റോഡൊക്കെ ശരിയാക്കിയിട്ടുള്ളത്. ആ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും. പിന്നെ കണ്ടോ, റോഡൊക്കെ എത്ര രാത്രി ആയാലും ദുബായിൽ ഭയങ്കര തിരക്കായിരിക്കും. ദുബായ് മാള്, ബുർജ് ഖലീഫിന്റെ ഒക്കെ ഭാഗങ്ങളുണ്ടല്ലോ, ഭയങ്കര തിരക്കായിരിക്കും. എന്താ വെച്ചാൽ ആ ഭാഗത്താണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതും വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളൊരു ആർക്ക് വന്നാലും ഒരിക്കലും നമ്മൾ ഏതോ ഒരു സ്വർഗ്ഗലോകത്ത് ചെന്ന അതേ ഒരു ഇതിലായിരിക്കും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ചില ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയത്തെ 1-2 ഇത് മാത്രം കാണാം. പക്ഷേ ദുബായ് മാളിന്റെ ഭാഗത്ത് വന്നാലും ഫുള്ള് കാണാൻ തന്നെ ആയിരിക്കും. അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ പുറത്ത് ബുർജ് ഖലീഫ, ഇങ്ങനെയുള്ള പല 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 സൈസിലുള്ള ബിൽഡിങ്ങുകളും ഇതൊക്കെയാണ്, പല മോഡലിലുള്ള ബിൽഡിങ്ങുകളും ഇതൊക്കെയാണ് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ കണ്ടോ, ഇത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മളെ പണികൾ ഇങ്ങനെയൊക്കെയാണ്. എത്രത്തോളം നമ്മൾ ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവരെ കൊണ്ടുപോയി വിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ വന്നുകാണ്ട് ഇങ്ങനെ പണിക്കൊക്കെ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ വരും, അവരെ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം ഇത് പോരും, ഓരോ കാര്യങ്ങൾ. അങ്ങനെ മറ്റുള്ളവരും അതുപോലെ തന്നെ കേട്ടോ. മറ്റുള്ളവർ ഒരാൾ പർച്ചേസിങ്ങിന് പോവുകയാണെങ്കിൽ മറ്റൊരാൾ വേറെ എന്തെങ്കിലും കുട്ടികളായിട്ട് വേറെ പണികൾ, അങ്ങനെ മറ്റുള്ള മാറി മാറി അവർ വിളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാത്തിനും ഇങ്ങനെ പോകണം. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിച്ച് വെക്കും, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി 12 മണി 1 മണി വരെയൊക്കെ നാട്ടിലൊക്കെ വല്ല ടാക്സി ഓടുകയാണെങ്കിൽ നമുക്ക് കോടീശ്വരനാകും. അപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതാണ്, നാട്ടിലാരും പണിയെടുക്കാൻ വേണ്ടി തയ്യാറാവില്ല, അതാണ് മെയിനും പ്രശ്നം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ വരും.